ഹലോ നമസ്കാരം. കുറച്ച് ദിവസം മുമ്പേ ഞാൻ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും കൂടി ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ പൊട്ടൻകാവ് നമ്മുടെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞു കടയിൽ ഒരു അമ്മയും മോളുമാണ് കേട്ടോ ഇത് നടത്തുന്നത്. വേറൊന്നുമല്ല, ഇവിടെ പാൽ സർബത്ത്, പിന്നെ നമ്മുടെ മിൽക്കിൽ തന്നെ മാംഗോ ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. മാംഗോ സർബത്താണോ, മാംഗോ ജ്യൂസാണോ, മാംഗോ ഷേക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് തെളിച്ച് പറയാനറിയില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ ഓൾറെഡി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്തു. എനിക്ക് എന്തായാലും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയും കാര്യങ്ങളും അറിയാമല്ലോ, ഒന്നാമത് ഈ ചൂട് പിടിച്ച് വലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ 10 കട കണ്ടാൽ 10 കടയിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഒരിതിലാണ് നടക്കുന്നത്. നാരങ്ങ വെള്ളമായാലും സർബത്തായാലും ഫ്രൂട്ട് സാലാഡായാലും അങ്ങനെ എവിടെ എന്ത് കാണുന്നോ അത് വാങ്ങിച്ച് കുടിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയും ചൂടും സഹിക്കാൻ വയ്യ, ദാഹവും സഹിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ മൊത്തവും കുടിച്ചു കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കട അറിയുന്നവർ ഉറപ്പായും ഇങ്ങോട്ട് വരിക. ഇവിടെ നിന്ന് വൺസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ അമ്മേനെയും കുഞ്ഞിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇറങ്ങിയത് വേറെ എങ്ങോട്ടേക്കും പോകാനല്ല, നമ്മൾ കോളിയൂരേക്ക് പോകാനാണ് ഇറങ്ങിയത്. ഒരുപാട് വർഷങ്ങളായി ഇവിടേക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമീണത എന്ന് പറയുന്നത് ഒരു വേറെ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് വേറൊന്നും നോക്കിയില്ല, കുറച്ച് കൊക്കോ പഴമൊക്കെ മോഷ്ടിക്കാമെന്ന് നോക്കി, പക്ഷെ നടന്നില്ല. കാരണം പറമ്പിൻ്റെ ഉടമസ്ഥൻ കണ്ടു. ഞങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷേ കൊക്കോ പഴം മാത്രമേ വിട്ടിട്ടുള്ളൂ. കുറച്ച് പച്ച കുരുമുളകും മാങ്ങയൊക്കെ ഒന്ന് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിട്ടി. ഒരു കവറൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഒപ്പിച്ച് അതൊക്കെ പയ്യെ അങ്ങ് ബാഗിലാക്കി നൈസായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ ശേഖരണമൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കണ്ടോ, നിറയെ പച്ചക്കുരുമുളകൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ വെങ്ങാനൂർ നമ്മുടെ ഒരു അടിപൊളി സ്പോട്ട്. ആ സ്പോട്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. വെയിൽ സമയത്തൊന്നും നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, പക്ഷേ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ അത്യാവശ്യം തിരക്കുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ റോഡിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ ഒരു തവണ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വെയിലത്തും കുറച്ച് കാറ്റും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പുറത്തു നിന്നൊക്കെ ടൂറ് വരുന്നവർ ഈ വഴിയിലോട്ടൊക്കെ വരുമ്പം ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഒരു കരുക്കും വെള്ളവും ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് കുറച്ച് നേരം തണലത്തൊക്കെ ഇരുന്നിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ചൂട് കാലത്ത് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ പ്രതീക്ഷിക്കാം. ബൈ ബൈ, താങ്ക് യു സോ മച്ച്.